Good morning. Morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, the chapter patient satisfaction, improving and monitoring and improving patient satisfaction. About the class to the 8 creative way to increase patient satisfaction. Topics are okay. The next develop a rapport. Okay. എന്താണ് റാപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബന്ധം വികസിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, പേഷ്യൻസുമായിട്ട് കൂടി ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുമായിട്ട് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുക. നോക്കാം. Fear often gets in the way of a patient's ability to retain important clinical information, which includes self-care, okay, self-care instructions. Practitioners who spend a few minutes engaging with the patient before starting their clinical treatment help set up a sense of trust with their patients. By reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take changes of their own health. ഇവിടെ പറയുന്നത് നമുക്ക് ഡെവലപ്പർ ആക്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധം വികസിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. അതിൽ പറയുകയാണെങ്കിൽ ഒരു ബന്ധം നമ്മൾ പറഞ്ഞു പേഷ്യന്റും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുന്നത് ഏറ്റവും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരു എന്താണ് അവർക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആയിട്ട് നമ്മള് എന്താണ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയിട്ട് സെൽഫ് കെയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സ്ട്രോക്ക് വന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇന്ന എക്സസൈസിലൂടെ അതുപോലെ തന്നെ ഇന്ന മരുന്നുകള് ഇതൊക്കെ നമ്മള് പറയാറുണ്ട് അല്ലെ. ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ സെൽഫ് കെയർ ആയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസുകൾ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഇപ്പോ സ്വയം പരിചരണ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചികിത്സാ വിവരങ്ങള് നിലനിർത്താനായിട്ട് പേഷ്യന്റിന് ഭയം ഉണ്ടായിരുന്നു. ഓക്കെ, ഭയം ഉണ്ടാകും. ഇപ്പോ പുതിയതായിട്ട് നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഷുഗർ നമ്മളിപ്പോ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ പുതിയ മരുന്നുകൾ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്താണ് പുതിയ അസുഖങ്ങൾ ഇപ്പോ ഷുഗർ ഇല്ലാത്തവർക്ക് ഷുഗർ വരാം. അപ്പൊ എന്താണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരാറുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷുഗർ വരാറുണ്ട് അല്ലെ. ഷുഗർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഇൻസുലിൻ കുത്തിവെക്കേണ്ട ഒരു സാഹചര്യം. അപ്പൊ ഇതേ കാര്യം ചെയ്തിട്ടില്ലാത്തവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ എങ്ങനെ കുത്തിവെക്കുന്നു അല്ലെ. അവർക്ക് ഭയങ്കര ഭയമായിരിക്കുന്നത് എങ്ങനെ ചെയ്യാനായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഇൻസുലിന് കുത്തിവെക്കുന്ന ഒരു പേഷ്യന്റ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് എത്ര ഡോസ് എടുക്കാം, എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ
നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുമോ ഇല്ലയോ, അങ്ങനെ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ എന്ത് പറയണം, ഇന്ന ഡോസിൽ ഇത്ര ഡോസ് എടുക്കാം, അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാം അല്ലെ, സിറിഞ്ചിൽ എടുക്കുന്ന ആ വിധം കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ ഒക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും അവരെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കാം. എന്താണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ചിലപ്പോ ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവും, നമ്മളത് തന്നെ ശരിയാവും, അത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും, അങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ആത്മവിശ്വാസം അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. അതൊക്കെ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരുമായിട്ട് കുറച്ചു നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പ്രാക്ടീഷണേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവരുമായിട്ട് കൂടിച്ചേർന്ന് അവരുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെ, അവരുടെ ഒപ്പം ഇരുന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇൻസുലിൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവരുമായിട്ട് കൂടിച്ചേർന്ന് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഒപ്പം ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇടപെടുന്നുണ്ട് അല്ലെ. പ്രാക്ടീഷണേഴ്സ് പേഷ്യൻസുമായിട്ട് ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ടൈം എന്താണ് അവരുടെ ഒപ്പം അവർക്ക് ഭയം മാറാനായിട്ട് വേണ്ടിയിട്ട്, ഒരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ടൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ അവരുടെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷനിലൂടെ ഭയം മാറുകയും അവരുടെ ഹെൽത്ത് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഗുഡ് ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു ബന്ധം സ്ഥാപിക്കാം. ഓക്കെ, ഇനി എന്താ, മേക്ക് ഇറ്റ് പേഴ്സണൽ. എന്താണെന്ന് നോക്കിയേ, health care professionals who try to keep eye contact with their patients rather than regularly looking at the computer screens at the charts display their dedications to the patients. Some practitioners may select to have a medical styles in the room for this very reasons, which allows them to listen their eyes with their eyes while the scribes take the notes. Saying a patient's name also help individualize and personalize the patient's experience, like asking questions like what matters to you. അപ്പൊ ഇവിടെ പറയുന്നത് മേക്ക് ഇറ്റ് പേഴ്സണൽ, വ്യക്തിഗതമാക്കുക. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രോഗി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറിനെ ആ കൺസൾട്ടേഷൻ റൂമിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, ഡോക്ടർ നമ്മളോട് സംസാരിക്കാറുണ്ട് അല്ലെ, എന്ത് രോഗമാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ പറയും ഓരോ കാര്യങ്ങൾ അല്ലെ. അപ്പോ ചില ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് രോഗങ്ങൾ പറയുന്നതിന് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും, എഴുതാനായിട്ട് തുടങ്ങും. പനിയാണ് എന്ന് നമ്മൾ പറയും, ഫസ്റ്റ് തന്നെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, പരിശോധനയോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ ചിലപ്പോൾ എന്താണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാനായിട്ട് തുടങ്ങും ചില ഡോക്ടേഴ്സ് അല്ലെ. ഭൂരിഭാഗം ചിലരും എന്താണ്, നമ്മളെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അല്ലെ. രണ്ട് രീതിയിൽ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. നമ്മളുടെ വിവരങ്ങൾ, പേര് വിവരങ്ങൾ, എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ, നമ്മൾ പനിയാണ് അല്ലെങ്കിൽ തൊണ്ടവേദന ആണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇത് എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ചില ഡോക്ടേഴ്സ് ആണെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇരിക്കുന്നത് കാണാം, നമ്മളെ വിടുന്നത് കാണാം അല്ലെ. അങ്ങനെ രണ്ട് രീതിയിലാണ് ഡോക്ടേഴ്സ് ഉള്ളത്. അപ്പോ ഇങ്ങനെയുള്ള എന്താണ് ഈ പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് ഉള്ളവരായിരിക്കണം. പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ടും അവരോട് ചോദിച്ച് മനസ്സിലാക്കി, അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, എന്താണ് സിംറ്റംസ് ഉണ്ടായത്, എന്താണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത്, എത്ര ആഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, എത്ര ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, മരുന്ന് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ് കണ്ടിട്ടുള്ളത്,
അപ്പൊ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് അവര് പിന്നീടാണ് മരുന്നൊക്കെ തരാറ് അല്ലെ. എല്ലാ കാര്യങ്ങളും ചോദിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഡോക്ടേഴ്സുകൾ അങ്ങനെ മരുന്നുകൾ തരാറ്. ഓക്കെ, അപ്പൊ ഐ കോണ്ടാക്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്താണ്, ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, ഇപ്പൊ കമ്പ്യൂട്ടർ സ്ക്രീനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെക്കും അല്ലെ. കമ്പ്യൂട്ടർ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ചിലപ്പോ എന്താണ് കേൾക്കാനായിട്ട് തയ്യാറാവാത്ത ഈ ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് ഇല്ലേ. അങ്ങനെയും ഡോക്ടേഴ്സ് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ എന്താ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ രോഗം പറയുന്നതിന് മുൻപ് തന്നെ, ലക്ഷണങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ എഴുതിയിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി വിടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ചില ഡോക്ടേഴ്സ് എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയിരിക്കും ഇല്ലേ. നമ്മൾക്കൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ആവരുത് എന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ചില ഡോക്ടേഴ്സിന്റെ കൂടെ മെഡിക്കൽ സ്ക്രൈബ്സ്, ഇപ്പോ എന്താണ് ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ജൂനിയേഴ്സ് ഒക്കെ ഇരിക്കുന്നത്, പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഇരിക്കാറുണ്ട് അല്ലെ. ഇല്ലേ സീനിയർ ഡോക്ടർമാരുടെ കൂടെ ഇരുന്നിട്ട് വേണ്ട പഠിക്കണ്ട, സാറ്റിസ്ഫാക്ഷൻസ് ടേബിൾ പഠിക്കണ്ട കേട്ടോ, അതൊരു മോഡൽ തന്നതാണ്. ഓക്കെ, അപ്പൊ ചില എന്താണ് ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കാറുണ്ട് അല്ലെ. സീനിയർമാരുടെ കൂടി, സീനിയർ ഡോക്ടേഴ്സിനെ കൂടിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ജൂനിയേഴ്സ് ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോ ഞങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ആയുർവേദിക് ഡോക്ടർ ആയിരുന്നു. അപ്പോ ആളുടെ കൂടെ ഇങ്ങനെ എന്താ ജൂനിയേഴ്സ് ഒക്കെ ഇരിക്കും. എന്നിട്ട് ഞങ്ങളിപ്പോ വിവരങ്ങള്, ഞങ്ങളുടെ രോഗങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്തിട്ടാണ് മരുന്ന് എഴുതി തരാറ്. അവര് പറയും, ജൂനിയേഴ്സ് പറയും ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ സീനിയർ ഡോക്ടർ പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് തരാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ജൂനിയറും സീനിയറും തമ്മിൽ ഇരുന്നിട്ട്? കണ്ടിട്ടില്ലേ നിങ്ങള്? ഇല്ല, ആരും കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അവരെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് എന്താണ് പേഷ്യൻസിന് മരുന്ന് തരാറ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഐ കോണ്ടാക്ട് നിർബന്ധമായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ നമ്മളെ പേരെടുത്ത് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ്, നമുക്കൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളെ അത് മനസ്സിലാക്കുന്നുണ്ട്, ആ ഡോക്ടേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പേരെടുത്ത് വിളിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് വ്യക്തിഗതമാക്കുക, മേക്ക് ഇറ്റ് പേഴ്സണൽ പറയുന്നത്. കോണ്ടാക്ട് നിർബന്ധമായിരിക്കണം. നമ്മുടെ പേരെടുത്തൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളൊരു നമുക്കൊരു എന്താ പറയാ അല്ലെ, ഒരു ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഓക്കെ, receiving the new diagnosis or an update to an existing one can be fearsome. So, use of non-medical language and teach back method help improve communication and increase a patient's grasping of their health condition. Providing patient with the written document that they can take home with them is also of importance and will help further lessen feelings of confusion or unease. Generate a positive patient experience by teaching the patient about their health and how to mature it. Helping the patient understand how their body works and why making certain choices can enhance and distract from their health gives them informed agency over their bodies. They feel like the hospital is their partner in health instead of another person telling them what they should be doing differently. അപ്പൊ എന്താണ് എഡ്യൂക്കേറ്റ്
പേഷ്യന്റ് എന്ന് പറയുന്നത് രോഗിയെ ബോധവൽക്കരിക്കുക അല്ലെ, അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോ എന്താണ് അവരോട് എന്താണ് പറയുന്നത്, ഇപ്പോ ഒരു പുതിയൊരു ന്യൂ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ എന്താണ് ഡോക്ടർ പറയുകയാണ് അല്ലെ, നമുക്കിനി എന്താണ് MRI ചെയ്ത് അല്ലെങ്കിൽ CT സ്കാൻ ചെയ്തിട്ട് നോക്കാം എന്താണ് അസുഖം എന്ന്. ചിലപ്പോ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് കുറയുന്നുണ്ടാവില്ല, ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലെ. താങ്കൾക്ക് എന്താണ് വയറുവേദന മാറാത്തത്, കഠിനമായ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും. അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഡോക്ടറെ സ്കാനിങ് വേണം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു ഭയം ഉണ്ടാവും അല്ലെ, ദൈവമേ എന്താണാവോ എനിക്ക് ഇങ്ങനെ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ലല്ലോ. ഏതൊരു ധൈര്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്കൊരു പേടിയായിരിക്കും. ഇനി സ്കാൻ ചെയ്തു നമ്മളെ കൊണ്ടുവന്നു അല്ലെ, സ്കാൻ റിസൾട്ടുമായിട്ട് നമ്മൾ വരുമ്പോ എന്താണ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്താണാവും ദൈവമേ ഈ ഡോക്ടർ ഈ റിസൾട്ട് നോക്കിയിട്ട് പറയാൻ പോകുന്നത് അല്ലെ, ആർക്കായാലും ഒരു പേടി ഉണ്ടാവും. അപ്പൊ എന്താണ് ഇങ്ങനെ റിസൾട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രോഗികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഒക്കെ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മെഡിക്കൽ ലാംഗ്വേജ് ഒക്കെ എന്താണ് അവിടെ മാത്രം അല്ലെങ്കിൽ ആ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താവുന്ന ലാംഗ്വേജ് ആണ്. അവർക്ക് അത് മനസ്സിലാവും, പക്ഷെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോ ഈ പേഷ്യൻസിനോട് പറയുന്നത് എങ്ങനെയാണ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന്. ടേസ്റ്റ് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താണ് മുമ്പിൽ ഇരുന്നുകൊണ്ട് പേഷ്യൻസിനോട് നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ്, നിങ്ങൾക്ക് തരുന്ന മരുന്നുകൾ ഇതൊക്കെയാണ്, ഇത്ര മാസം മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യണം, ഇന്ന സ്കാനുകൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രോഗിയോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് തിരിച്ചു പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, രോഗി എന്ത് ചെയ്യും, രോഗിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെ, ഡോക്ടർ പറഞ്ഞ മനസ്സിലായ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ ഡോക്ടർ ഓക്കെ പറയും, അല്ലെങ്കിൽ അതെന്താണ് ചിലപ്പോൾ രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ, ഡോക്ടർ എന്തിട്ടാണോ പറയുന്നത്, കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ രോഗിക്ക് മനസ്സിലായിട്ടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡോക്ടർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് രോഗിക്ക് എന്താണോ മനസ്സിലായി എന്നുള്ളത് ഡോക്ടർക്ക് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചു പറയാനായിട്ട് പറയും, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും, മനസ്സിലായോ? അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ്, രോഗിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള നല്ല രീതിയിൽ നമുക്ക് ഡയഗ്നോസിസ് ചെയ്ത് എന്താണ് രോഗം നിർണയിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിലൂടെയൊക്കെ അവർക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു കൊടുക്കും. അവരെ ബോധവൽക്കരിക്കും അല്ലെ, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇന്ന മെത്തേഡിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ 6 മാസം മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ 3 മാസം മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിത്തരാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും അല്ലെ, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടും അവരുടെ ഉള്ളിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ടീച്ച് ബാക്ക് മെത്തേഡിലൂടെയും ഡോക്ടേഴ്സ് സംസാരിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്താണ് അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മള് രോഗിയെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നതിലൂടെ കൺഫ്യൂഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയാം, എന്താണ് അറ്റാക്ക് ഒക്കെ വന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരോട് ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ആ ബ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുക, ഇന്ന ബ്ലോക്കുകളുണ്ട്, ഇത്ര ബ്ലോക്കുകളുണ്ട്, 3 ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ഇനി 3 ബ്ലോക്കിൽ ഫുൾ ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്പൺ സർജറി തന്നെ വേണം എന്നുള്ളത് അവരെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയുമ്പോൾ അവരതിൽ ബോധ്യവാന്മാരാകും അല്ലെ. ഇന്ന ബ്ലോക്ക് ആണുള്ളത്, അല്ലെങ്കിൽ 2 ബ്ലോക്ക് ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെന്റ് ഇട്ടാൽ മതി. ഇനി 3 ബ്ലോക്കിൽ കൂടുതലാണെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർ അതുപോലെ തന്നെ അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നതിലൂടെ എന്താണ് മറ്റൊരാള് പറയുന്നതിന് പകരം നമുക്ക് എന്താണ് ആ കമ്പ്യൂട്ടർ സ്ക്രീനിലാണല്ലേ കാണുന്നത്, രോഗി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫാമിലി കാണുന്നുണ്ട്, അപ്പൊ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാകും. അങ്ങനെ ഒരു ഹോസ്പിറ്റലുകാരുമായിട്ടൊരു ആരോഗ്യ പങ്കാളി ആവാനായിട്ട് പേഷ്യൻസിന് സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഓക്കെ, പഠിച്ചു നോക്കിയേ, 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഡെവലപ്പ് റാപ്പോർട്ട്, മേക്ക് ഇറ്റ് പേഴ്സണൽ, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അധികം ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാവും, പക്ഷെ ഇത് വായിച്ചൊക്കെ നമുക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Ensure cleanliness. No patient need to receive care in a situation that does not feel safe and sanitary. Practicing sanitation in all areas of an institution, from the waiting room to the physician's office, help safeguard patients and put them to peace. So, ഇവിടെ പറയുന്നത് എന്താണ്? ക്ലീൻലിനെസ് അല്ലെ, എൻഷുർ ക്ലീൻലിനെസ് ഉറപ്പുവരുത്തുക അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വൃത്തിയില്ല അല്ലെങ്കിൽ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് അവിടെ പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് പേഷ്യൻസ് പോകില്ലല്ലേ. പലതരം റിസ്കുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് വൃത്തിയില്ലാത്ത ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ് റിസ്കുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് പടർന്നു പിടിക്കാനായിട്ട് സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പല പേഷ്യൻസും ആ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇടവരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യൻസ് റൂം വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. എന്താണ് ക്ലീൻലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂം മുതൽ ഫിസിഷ്യന്റെ റൂം വരെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം. അങ്ങനെ ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ അസുഖങ്ങള് സുഖപ്പെടാനായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ജീവിതം ഭീഷണിയാകുന്നില്ല, ഇൻഫെക്ഷൻ കുറയുകയും അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് എൻഷുർ ക്ലീൻലിനെസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അപ്ഗ്രേഡ് അപ്ഡേറ്റഡ് സിസ്റ്റം. When it comes to improve the patient's experience, updating updated internal systems is important. Even small updates to appointment schedules, platform, waiting rooms, signage,
systems and nurses call button can have a significant influence on patient satisfaction. എന്താണ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ എന്താണ് അപ്ഡേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് കാലാഹരണപ്പെടുക അല്ലെ. കാലാഹരണപ്പെടല് മെറ്റീരിയൽസ് മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ? എടുത്തു കഴിഞ്ഞോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ? ഓക്കെ, അതില് നമുക്ക് ഒരു പോർഷൻ പഠിക്കാനുണ്ട് കാലാഹരണപ്പെടുക അല്ലെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള. എന്താണ് ക്ലീൻലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ള അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു വൃത്തിയില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോവില്ല, പേഷ്യൻസ് പോവില്ല. അപ്പോ എങ്ങനെയാണ് വൃത്തി അവിടെ സൂക്ഷിക്കേണ്ടത്? വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ റൂം വരെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്താണ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ടും റിഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അപ്ഗ്രേഡ് അപ്ഡേറ്റഡ് സിസ്റ്റംസ്. കാലാഹരണപ്പെട്ട സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അവിടെ ഇപ്പോ എന്താ പറയാ, ഈ ഹോസ്പിറ്റലുള്ള സിസ്റ്റംസ് നല്ല രീതിയിൽ നമുക്കറിയാം. പണ്ടുള്ള ഹോസ്പിറ്റലും ഇപ്പോഴുള്ള ഹോസ്പിറ്റലും ചേഞ്ചസുകൾ അല്ലെ നമുക്കറിയാം അല്ലെ. പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ആയിരുന്നു അല്ലെ. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ്, പേപ്പറിലൂടെയൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങളും റെക്കോർഡൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ എന്താണ്, ഒരു ഹോസ്പിറ്റലും കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു എന്താണ് സാഹചര്യം ഇല്ല അല്ലെ. ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഔട്ട്പേഷ്യന്റിലൊക്കെ എന്താണ് പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ് ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ് കാലത്തിനോടനുബന്ധിച്ച് നമ്മൾ ചേഞ്ചസ് ആവണം അല്ലെ. ഓരോ ആൾക്കാരും ചേഞ്ചസ് ആവുന്നതനുസരിച്ച് പേഷ്യൻസ് ആയാലും ഹോസ്പിറ്റലിൽ ചേഞ്ചസ് ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. കാലത്തിനോടനുബന്ധിച്ച് ചേഞ്ചസ് ഓരോ കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ മേഖലയിൽ ചേഞ്ചസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നീട് പണ്ട് കാലങ്ങളിലൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്താണ് നമ്മളൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്തൊരു സാഹചര്യം ഒക്കെ വരുമ്പോ അതൊരു പ്രോബ്ലം ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഇപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ആയാലും എന്താണ് നല്ല രീതിയിൽ ചേഞ്ചസ് ആവണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ആയാലും പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ സ്കില്ലുള്ള ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ് ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവർക്കൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അവിടേക്ക് വരുന്ന പേഷ്യൻസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവിടേക്ക് പേഷ്യൻസ് വരുള്ളൂ. അപ്പൊ പണ്ട് കാലങ്ങളിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് നല്ല രീതിയിൽ ചേഞ്ചസുകൾ ഹെൽത്ത് കെയർ മേഖലകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. കാലാഹരണപ്പെട്ട സിസ്റ്റംസ് ഒക്കെ ടോക്ക് ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് സ്ഥാപിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നാൽ മാത്രമാണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുള്ളൂ, നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാലാഹരണപ്പെട്ടിട്ടുള്ള സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി എന്താ ബി പങ്ക്ച്വൽ. എന്താണ് പങ്ക്ച്വാലിറ്റി റിവീൽസ് എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പങ്ക്ച്വാലിറ്റി അല്ലെ. എന്താണ്? സമയനിഷ്ഠ പാലിക്കുക. If an organization find it difficult to see patients in timely manner, they may require to examine their scheduling process and or staffing needs. അപ്പൊ എന്താണ്? കൃത്യസമയത്ത് ഡോക്ടർ കൃത്യസമയത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തെ ഒ പിയിൽ വന്നിരിക്കണം ഇല്ലേ. ഒരു ഇപ്പൊ 9 മണിക്കാണ് ഡോക്ടർ വരുന്നതെങ്കിൽ എന്താണ് 8:55 അല്ലെങ്കിൽ 8:50 കൂടിയിട്ട് ഡോക്ടർ ഒ പിയിൽ വന്നിരിക്കണം. അതാണ് ബി പങ്ക്ച്വൽ എന്ന് പറയുന്നത്. സമയനിഷ്ഠ പാലിക്കും അല്ലെ. നമ്മൾ പറയാറുണ്ടല്ലേ എന്താണ് അവള് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തവരാണ് അല്ലെ. നമ്മൾ എവിടെ പോയാലും ചിലപ്പോ വൈകിയാണ്, ഒരു 5 മിനിറ്റ് വൈകി അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകിട്ടാണ് നമ്മൾ ചെല്ലാറുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ പങ്ക്ച്വൽ അല്ല എന്ന് പലരും പറയാറുണ്ട് അല്ലെ. പലരും കേൾക്കാറുണ്ട്, പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അങ്ങനെ. അപ്പോ ഈ ഹോസ്പിറ്റലില് എന്താണ് ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ത് ചെയ്യണം? പങ്ക്ച്വാലിറ്റി
പഞ്ച്വാലിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. സമയനിഷ്ഠയോട് കൂടിയിട്ട് പ്രവർത്തിക്കണം. അപ്പൊ എന്താണ് അങ്ങനെ വന്ന് 5 മിനിറ്റ് ഓർമ്മയിൽ 5 മിനിറ്റ് നേരത്തേക്ക് വന്നിരിക്കുമ്പോ രോഗികൾ വരുമ്പോൾ രോഗികൾക്ക് ഒരു റെസ്പെക്ട് ഉണ്ടാവും ഇല്ലേ. ഡോക്ടർ നേരത്തെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഡെഡിക്കേറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അവരുടെ മനസ്സിലുണ്ടാവും അല്ലെ. ആ ഡോക്ടർ ഡെഡിക്കേറ്റഡ് ആണ് അല്ലെ, നല്ല രീതിയിൽ അവരുടെ വർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഡെഡിക്കേറ്റഡോട് കൂടിയിട്ട് അർപ്പണത്തോട് കൂടിയിട്ടാണ് ആ ഡോക്ടർ ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നും അല്ലെ. അപ്പൊ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. ആ ഡോക്ടർ വരുന്നുണ്ട് അല്ലെ, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, രോഗികളെ നോക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലെ. ഓക്കെ, ഇനിയിപ്പോ എന്താ ചില സമയങ്ങളിൽ ഇപ്പോ ഡോക്ടർക്ക് എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോ 5 മിനിറ്റ് വൈകാറുണ്ട് അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ അവിടെ ഇരിക്കും, കുറെ നേരം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോ അസിസ്റ്റന്റ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് സർജറി കാരണമാണ് വൈകുന്നത് എന്നുള്ളത്. അപ്പൊ എന്താണ് വൈകുന്നതിന്റെ കാരണം എന്നുള്ളത് രോഗികളെ അറിയിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡോക്ടർ വൈകുകയാണെങ്കിൽ എന്താണ് അവരുടെ ടൈം നോക്കിയിട്ട് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്, ഡോക്ടേഴ്സ് വൈകുന്നുണ്ട്, അപ്പൊ രോഗികൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് 10 മണിക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വരുന്നത് ചിലപ്പോൾ 11 മണിക്കായിരിക്കാം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലേ. അവർ കുറെ നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരു ഷിച്ചിലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പഞ്ച്വാലിറ്റി നമ്മൾ സമനിഷ്ഠതയോടെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വൈകുന്നതിന് ഡോക്ടേഴ്സ് എന്താണ് വൈകുന്നതിന് കാരണം എന്നുള്ളത് രോഗികളെ അറിയിക്കുകയും അതനുസരിച്ച് ഇപ്പൊ ഡോക്ടർ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ടൈം വൈകുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് നോക്കുക ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സെറ്റ് എക്സ്പെക്ടേഷൻസ്. എന്താ പറയുന്നത്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് ബൈ keeping all the information on their website, patient portals and print collateral up to the date always, including an FAQ section on printed and digital material that direct how to refill prescriptions, receive their care after hours, and schedule appointments. Also plays a vital role in aligning patients' house with their experience. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, എക്സ്പെക്ടേഷൻസ് അല്ലെ, കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെ എന്താണ് ഇപ്പോ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ, ഹോസ്പിറ്റലുകളിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് അവരുടെ ഈ എന്താണ് ഓരോ നമ്മൾ പറഞ്ഞു എന്താണ് ഈ സർവേ എടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഫീഡ്ബാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് പല വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യന്റ് പോർട്ടൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എന്താണ് അവരുടെ പ്രതീക്ഷകളെ നിറവേറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ വെബ്സൈറ്റുകൾ വഴി നമുക്ക് ഓരോരുത്തരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ FAQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അതാണ് അവരുടെ ഫുൾ ഫോം കേട്ടോ. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവേ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടേഴ്സിനൊക്കെ ഇപ്പോ ഓൺലൈൻ വഴിയാണ് കുറെ കാര്യങ്ങൾ, പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്നത് ഓൺലൈൻ വഴിയാണ്. ഇപ്പോ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എന്താണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണില് ഷോർട്ട് സൈറ്റ് ആണ് എനിക്ക്. അപ്പൊ ഷോർട്ട് സൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അത് കണ്ണട വെക്കുന്നതിന് മുൻപ് കണ്ണിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ കുരു വരുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരു വരും. ഒരു ഡോക്ടറെ കാണിക്കും, മരുന്ന് വയ്ക്കും, അത് മാറും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ബസ്സിന്റെ ബോർഡൊന്നും അങ്ങനെ വരുന്ന ബോർഡൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട്. അങ്ങനെ കണ്ണ് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കാണിച്ചു. അപ്പൊ ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് നമ്മൾക്ക് എന്താ പ്രിസ്ക്രിപ്ഷൻ തരുന്നത് എങ്ങനെയാണ്, എഴുതിയിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് പറയും, ഇത് കൊണ്ടുപോയിട്ട് ഫാർമസിയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചോളൂ, മരുന്ന് കാണിച്ചോളൂ.
അപ്പൊ ഈ ഡോക്ടർ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയിട്ട് ആള് പ്രിസ്ക്രിപ്ഷൻ ഒന്നും എഴുതുന്നത് കാണുന്നില്ല. അതെന്ത് ചെയ്തു, ആള് പ്രിസ്ക്രിപ്ഷൻ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നേരെ ഫാർമസിയിലോട്ട് അയച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഫാർമസിയിലേക്ക് പോകുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് ഞാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അവിടെയാണ് കമ്പ്യൂട്ടറിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പൊ അവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ തരും, അവിടേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്, അപ്ഡേറ്റഡ് ആയുള്ള ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആയി സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് വന്നു ഓരോ ഹോസ്പിറ്റൽസും. നമ്മൾ അറിയുന്നില്ലല്ലേ, നമുക്കൊരു നല്ല രീതിയിലുള്ള. അപ്പൊ എന്താണ് അങ്ങനെ എഴുതുമ്പോ ഡോക്ടേഴ്സിന് ഇപ്പൊ ചിലർക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ചില ഫാർമസിയിലുള്ള സ്റ്റാഫിനൊക്കെ വായിക്കാൻ പറ്റുള്ള ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോ മരുന്ന് മാറി തരാറുണ്ട്, അങ്ങനെയുള്ള പല എറേഴ്സും സംഭവിക്കാം. അപ്പൊ അതൊന്നും ഉണ്ടാകുന്നില്ല, പെട്ടെന്ന് തന്നെ ആ ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് എറേഴ്സ് ഇല്ലാതെ നമുക്ക് ആ മരുന്നുകൾ നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിലും പ്രിസ്ക്രിപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോ ഓരോ കാര്യങ്ങളായാലും ബില്ലിംഗ് ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായാലും എന്താണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാ? എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് നമ്മള് ചിലപ്പോ അല്ലെ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ തരാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ ഡോക്ടർ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് മരുന്നുകൾ അയച്ചിട്ടുണ്ട്, അപ്പൊ കൃത്യമായിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഹെൽത്ത് കെയർ മേഖലകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗോ ഡിജിറ്റൽ. ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. Hospitals can do just about anything with a few taps on our phones, from paying our bills to booking vaccination. Digitizing your practice can generate proficiencies for your staff and patients that make better everyone's experience. The right software allows to digitize every step of the patient's journey from booking an appointment to paying their dedicated. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കറിയാം എന്താണ് ഓരോ കാര്യങ്ങളും ഇപ്പൊ ഡിജിറ്റൽ ആകുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ, ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്യാനായിട്ട് പറ്റും, ഫോൺ വഴി അല്ലെ, അതാണ് ക്ലിക്കുകൾ വഴി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം ലാഭിക്കാൻ പറ്റും ഇല്ലേ അല്ലെ. പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെഴുതി അല്ലെ, എഴുതി നമ്മുടെ പേര് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഡിജിറ്റൈസ് ആകുമ്പോൾ അല്ലെ, ഓൺലൈൻ സംവിധാനത്തിലോട്ട് മാറുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ബില്ലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, വാക്സിനേഷൻസ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഫോണിലൂടെ ഏതാനും ടച്ചുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കൊരു ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാഫുകൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡിജിറ്റൈസ് ആകുമ്പോൾ അവർക്കും അതിലുള്ള പ്രാവീണ്യം കൂടാനായിട്ട് അല്ലെ, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ടാകുമ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ടുള്ള സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ആകുന്നുണ്ട്, അവർക്ക് അതിനുള്ള പ്രാവീണ്യം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാറുണ്ട്, അതെന്താണ് അർത്ഥം അല്ലെങ്കിൽ മിസ് പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലായില്ല, നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യും അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള മനസ്സിലാവാത്ത അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്യും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള ഇൻഫർമേഷൻസ് കിട്ടും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാനും ടച്ചുകൾ മതി അല്ലെ, നമുക്കത് അതിന്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ സ്കിൽ എബിലിറ്റി പ്രൊഫഷൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റാഫുമായിട്ട് നല്ല രീതിയിൽ എന്താണ് സ്റ്റാഫിന് നല്ല രീതിയിൽ നോളജും കാര്യങ്ങളൊക്കെ പ്രൊഫഷൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ഡിജിറ്റൈസ്ഡാകുമ്പോൾ. ഇനി എന്താണ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കിയേ, ഗോ ഡിജിറ്റൽ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Next on decrease the wait times, decrease the amount of times that the patient is spent in wait rooms. Plan to get right to time spent traveling to and from appointments, removing stress and barriers for many patients. Uh, Patient registration paperwork also contributed to longer wait times. Hospitals can use a secure online program to let the patients complete and submit their registration paperwork before their appointments, further reducing the time spent in waiting time. എന്താണ് ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയൊക്കെ ആകുമ്പോൾ അവരുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. ഇപ്പോ ക്യാഷ് അടക്കുന്നതിലായാലും അതുപോലെ തന്നെ ബില്ലുകൾ സെറ്റിൽ ചെയ്യുന്നതിനായാലും അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് എന്താണ് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നമ്മള് ടോക്കൺ എടുത്ത് ഇങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് നിൽക്കണം അല്ലെ. പക്ഷെ ഏതെന്താണ് അർജുൻ അത് പഠിക്കണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ മോഡൽ മാത്രം പഠിക്കാതിരുന്നാൽ മതി, ബാക്കിയുള്ള ടേബിൾസ് വാങ്ങിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എഴുതേണ്ടതാണ് കേട്ടോ. ഓക്കെ, വെയിറ്റ് ടൈംസിൽ നമ്മൾ പറഞ്ഞപ്പോ ഓൺലൈൻ സംവിധാനത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ടൈം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് റിമൂവിങ് സ്ട്രെസ്, നമുക്ക് എന്താണ് അത് ഇപ്പോ പീരീഡ് ടൈമിൽ റിസൾട്ടിന് കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ബ്ലഡ് കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് കിട്ടാനായിട്ടും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യത്തിലായി നമ്മൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അത്ര ടൈം എടുക്കുന്നില്ല, ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് പേപ്പർ വർക്കായി പണ്ട് കാലങ്ങളില് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് എന്താണ് ഭയങ്കര ടൈം പിടിക്കുമായിരുന്നു. പിന്നെ എന്താണ് അതൊക്കെ എന്താണ് ഡിജിറ്റൽ സംവിധാനത്തിലോട് വന്നപ്പോ അത്ര ടൈം പിടിക്കുന്നില്ല. എപ്പോഴും നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് റിവേഴ്സിൽ ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പേപ്പർ വർക്ക് ആണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് എന്താണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ ഈ ഡിജിറ്റലൈസ്ഡ് സംവിധാനത്തിലൂടെ വന്നപ്പോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ വന്നപ്പോ നമ്മുടെ ഏത് ഡാറ്റയും വേണമെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്ത് എപ്പോ വേണമെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും വീണ്ടെടുക്കാനായിട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ സാധ്യമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോയിന്റ്മെന്റുകളൊക്കെ ഓൺലൈൻ പ്രോഗ്രാമിൽ നമുക്ക് എന്താണ് വെയിറ്റ് ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. Patient health and well-being should be at the core of everything the hospital and the staff do. Patient-focused care consider the patient's values and individual performance as well as their health requirements, education and technological updates that streamline their experience. Do not a patient-focused care, eventually improving the patient experience and the patient satisfaction scores. അപ്പോ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദ്യകാലങ്ങളിലേക്ക് എന്താണ് രോഗിക്ക് ചികിത്സ നൽകുന്ന ഒരു കേന്ദ്രം മാത്രമായിരുന്നു ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല്. പിന്നീട് എന്തായിട്ട് മാറി പേഷ്യന്റ് സെന്റേർഡ് അല്ലെ, പേഷ്യൻസിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പേഷ്യൻസിന് വാല്യൂ കൊടുത്തുകൊണ്ടുള്ള ഒരു രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സെന്റേഴ്സുകളായിട്ട് ഹോസ്പിറ്റൽസ് മാറിക്കഴിഞ്ഞു അല്ലെ. അപ്പോ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ വരുന്ന പേഷ്യൻസിന്റെ വെൽബീയിങ് അല്ലെ, ആരോഗ്യവും അതുപോലെ തന്നെ വെൽബീയിങ്ങും ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യൻസിന് ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ളൊരു സർവീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ വാല്യൂ ഇൻക്രീസ് ആവാനായിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ നെയിം എടുത്ത് വിളിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡിലോട്ട് മാറും. അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് പ്രൊവൈഡ് ചെയ്യും. അവരുമായിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാം.
അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ്, വാൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയറിൽ വരുന്നത്. അങ്ങനെ നമുക്ക് എന്താണ് ഇപ്പോ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കെയറുകള് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് ഇൻക്രീസ് ആവാനായിട്ട് സാധിക്കുന്നു. ഇനി എന്താ, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. Healthcare practice and the systems are continuously evolving. To keep pace, healthcare professionals are required access to vast continuing education courses and that expand their knowledge base and improve their ability to provide high quality care with the right skill sets. Practitioners can help increase patient satisfaction scores. എന്താണ് അതിൽ പറയുന്നത്? ഇക്കാലത്ത് എന്താണ്, ഈ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്ത് ഈ ആരോഗ്യ പരിചരണ മേഖലകളിലേക്കുള്ള ആ സിസ്റ്റം എന്താണ്, സിസ്റ്റം അല്ലെ, ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീ ഹോൾ സർജറി ഒന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കുറച്ച് നാളുകളായിട്ടാണ് കീ ഹോൾ സർജറി ഒക്കെ വന്നത്. ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് കൊടുക്കുന്ന വാസ്റ്റ് എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ഹെൽത്ത് കെയർ മേഖലകളിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ പ്രാക്ടീസ്, അവർക്ക് ട്രെയിനിങ്ങുകള്, വർക്ക്ഷോപ്പുകള്, അതുപോലെ തന്നെ ക്ലാസ്സുകള്, അങ്ങനെയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ബിൽഡപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് പേഷ്യൻസിന് സാധിക്കുന്നുണ്ട്. നല്ല അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടേഴ്സിനോട് നമ്മുടെ ലക്ഷണങ്ങൾ, രോഗിയുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ രോഗം ഇതാണെന്നുള്ളത് അവര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ചില എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ചില രോഗിയുടെ ലക്ഷണങ്ങൾ, നമ്മൾ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന രോഗമാണ് എന്ന് ഡോക്ടേഴ്സ് വരെ നമ്മളോട് പറയുന്നില്ലേ. അങ്ങനെയുള്ള പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, പലർക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരെന്താണ് അതിൽ സ്കിൽഡ് ആയിട്ടുണ്ട്. കാരണം എന്താ, അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ, പ്രാക്ടീസുകളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവരതിന്റെ സ്കില്ല് ഇമ്പ്രൂവ് ആവാനായിട്ട്, നോളജ് ഇമ്പ്രൂവ് ആവാനായിട്ട്, അതുവഴി രോഗിയുടെ ലക്ഷണങ്ങൾ പറയുന്നത് വഴി എന്താണ് ഇന്ന രോഗമാണെന്ന് പറയാനായിട്ട് അവർക്ക് അത്രയും നല്ല രീതിയിലുള്ള നോളജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്താണ് പണ്ടുള്ള കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിലുള്ള ടെക്നോളജീസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുവഴി അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസുകള്, സ്കില്ലുകളൊക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട്, അതുവഴി രോഗികളുടെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനായിട്ട് സഹായകമാണ്. അയച്ചു നോക്കാം കേട്ടോ. രണ്ടാമത്തെ അവർ മിസ്സാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് തരാം, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് തന്നിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 8th ചാപ്റ്റർ HIS കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം.
വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ 9th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ഈ ബോക്സുകൾ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഈ ബോക്സുകൾ സ്ട്രാറ്റജീസ് ഒന്ന്, റീസെർച്ചിന്റെ സ്ട്രാറ്റജീസ് ഒന്ന് വായിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഞാൻ പറഞ്ഞ പേഷ്യൻസ് ആൻഡ് ഡിസ്വിഷൻ സർവേയുടെ മോഡൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അത് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മോഡൽ ഒന്ന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ബോക്സുകൾ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ് ബ്രേക്ക് തരാം. നെക്സ്റ്റ് അവർ 10 മിനിറ്റ് ബ്രേക്ക്. അപ്പൊ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
എല്ലാവരും ബ്രേക്ക് എടുത്തു വന്നോ? എയ്റ്റ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞിട്ടു, ചിലപ്പോ ഇതിലത്തെ പേജ് നമ്പർ തെറ്റുണ്ടാവും, അതുകൊണ്ടാണ്. ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, 65 65. ഓക്കെ, introduction നോക്കാം. Hospital information system provides in general source of information about the patient health history and a doctor's scheduling time. The system must keep data in a secure place under control. Who can get data in certain situations? Okay, അപ്പോൾ ഈ HIS, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ് HIS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ സോഴ്സ് ആണ്. ഓക്കെ, ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസുകളിൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് HIS എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ സിസ്റ്റം വഴിയാണ് ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് HIS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട്, അല്ലെ, എല്ലാ ഡാറ്റകളും എല്ലാ റെക്കോർഡ്സുകളും സൂക്ഷിച്ചു വെക്കാൻ അതിനകത്ത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും എന്താണ് HIS നെ പറയുന്നുണ്ട് കേട്ടോ. Is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. With the help of the hospital management information system, healthcare providers can concentrate more on providing quality health care to the patients. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ. ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് ക്ലിനിക്കൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ലാബിലെ കാര്യങ്ങൾ, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എല്ലാ മേഖലകളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് HMS, അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ hospital management information system, healthcare providers can concentrate the more providing quality of healthcare to the patients. എന്താണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റം വഴി നമുക്ക് എന്താണ് പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് സഹായകമുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്സ് healthcare providers in designing their operations, including managing patient health records. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? patient health records എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? EMR or EHR. എന്താണ് EMR ന്റെ ഫുൾ ഫോം? ഫുൾ ഫോം EMR എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അതുപോലെ തന്നെ EHR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഒക്കെ ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. ഇലക്ട്രോണിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഡിജിറ്റൽ റെക്കോർഡാണ്. പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ഈ റെക്കോർഡ്സിലാണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്.
അതുപോലെ തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകള്, ബില്ലുകള്, ഡയഗ്നോസ്റ്റിക്സ് കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്കലി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബില്ല് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഡയഗ്നോസ്റ്റിക്കിലെ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടും ടെസ്റ്റിന് റിപ്പോർട്ടുകൾ, റിസൾട്ടുകൾ, ഇതൊക്കെ നമ്മൾ ഡിജിറ്റലൈസിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയാണ്. The major role of HIMS is to record information on health events and verify the quality of services and different levels of health care. The importance of patient evaluation is a part of a concept of giving importance to patients' views in developing the quality of health services. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് ഇവന്റ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ വ്യൂസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനഫിറ്റ്സ് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്? ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അവരുമായിട്ട്. അതുപോലെ തന്നെ greater provide sensitivity towards the patient, improved community awareness about the quality of services and offer better use of services in the health system. Health care system ആയിട്ട് ബന്ധപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള സർവീസസ്, ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസസ് ഈ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അവിടെ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതുവഴി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? HIS എന്ന സോഫ്റ്റ്വെയർ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സംവിധാനത്തിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബില്ലിങ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടും അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ടും ബില്ലിങ് കറക്റ്റ് ആയിട്ട് നമ്മൾ ബില്ല് ചെയ്യാനായിട്ടും അതുപോലെ ഓരോ കാര്യങ്ങൾക്കായിട്ടും എന്ത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? HIS സഹായിക്കുന്നുണ്ട്. ഹെൽത്ത് care management software is a digitized system that helps in controlling the health information of patients in the healthcare facility. അതാണ് ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ ഈ എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ HIS എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ്. അതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഹെൽത്ത് ഇൻഫർമേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായകമാണ്. ഇത്തരം കാര്യങ്ങളാണ് ആ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. എന്താണ് HIS എന്നുള്ളതെന്ന് എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് അല്ലെ. ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ എന്താണ് ഹോസ്പിറ്റൽ ഡേറ്റയുടെ പ്രവർത്തനങ്ങൾ ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബില്ലിങ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലാബിലെ കാര്യങ്ങളായാലും ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ കാര്യങ്ങൾ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ EMR ആൻഡ് EHR എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇലക്ട്രോണിക്കലി എന്താണ് ഡിജിറ്റൈസ്ഡ് റെക്കോർഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ EMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്, EHR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ്. ഓക്കെ, അതുവഴി കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള റെക്കോർഡ്സ് വഴി ഓരോ പേഷ്യൻസിന്റെ വിവരങ്ങൾ ഈ റെക്കോർഡ്സിൽ സൂക്ഷിച്ചു വെക്കാനാണ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് സംവിധാനം വഴി സാധ്യമാണ്. അതുപോലെ തന്നെ പറഞ്ഞത് എന്താ? ഓരോ കാര്യങ്ങൾ അല്ലെ. ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാ പറഞ്ഞത്? പേഷ്യൻസിന്റെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ ഇടയിൽ അവർക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓരോ പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അവിടെയൊക്കെ എന്തുണ്ട്? ഈ സംവിധാനങ്ങൾ അല്ലെ, ഓരോരോ കമ്പ്യൂട്ടേഴ്സ് ഇരിക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ എന്താണ്? പലരുമായിട്ട് ഇപ്പൊ ഡോക്ടേഴ്സും സ്റ്റാഫുമായിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് പലരുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ടുകൾ സോഫ്റ്റ്വെയർ സംവിധാനം വഴി ഈ എന്താണ് ഇത് പേഷ്യൻസിന്റെ കയ്യിലോട്ട് ഡോക്ടേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കാനായിട്ട് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മള് ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്കൊന്നും പോയിട്ട് ഈ റിസൾട്ടുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ സോഫ്റ്റ്വെയർ സംവിധാനം വഴി ഡോക്ടേഴ്സിന്റെ കയ്യിലേക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ, ഇപ്പൊ ഓർത്തോ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ ന്യൂറോ ആയിരിക്കാം, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, ആ ഡോക്ടേഴ്സിലേക്ക് ഏത് ഡോക്ടേഴ്സിനാണോ ആ പേഷ്യൻസിന്റെ ആ റിപ്പോർട്ട് വേണ്ടത് ആ ഡോക്ടേഴ്സിന് ആ സംവിധാനം വഴി സോഫ്റ്റ്വെയർ സംവിധാനം വഴി ഡോക്ടേഴ്സിന്റെ കയ്യിലേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള
എത്ര ബെനിഫിറ്റുകളാണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനം വഴിയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പേഷ്യൻസിന്റെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാഫിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിന്റെ പേരൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും എന്താ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, അവരുടെ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സോഫ്റ്റ്വെയർ സംവിധാനം വഴി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ പേഷ്യൻസിന്റെ അതിന്റെ എന്താണ് നമ്മള് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാർഡ് തരുമല്ലോ അവിടെ നിന്ന്. ഈ UHID എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അവിടെ ID ആണ് ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ഐഡന്റിറ്റി ഉണ്ടായിരിക്കുന്നത്. ആ ID നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ഏത് ഡോക്ടറെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെയാണ് കാണുന്നത്, ഡോക്ടറുടെ പേര്, അതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ പേര് ഉണ്ടാകും, അവരുടെ അഡ്രസ്, കാര്യങ്ങള്, അവരുടെ രോഗമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന മരുന്നുകൾ, ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സോഫ്റ്റ്വെയർ സംവിധാനം, ആ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധ്യമാണ്. ഓക്കെ, അതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. അതിന്റെ അടിയിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. വന്നിട്ട് എക്സിറ്റ് ആയി പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ.
Okay, next ആണ് components of a hospital information system. Okay, components ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് ആണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഒരാളൊന്ന് വായിച്ചു ചെയ്ത് ആര് വേണമെങ്കിലും വായിക്കാം. ആരെങ്കിലും ഒരാളെ പാരഗ്രാഫ് വായിക്കാം. വായിക്കൂ. ഇനി ഞാൻ പേര് വിളിക്കണോ? അസ്ന. അസ്ന. അസ്ന വായിച്ചേ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. Appointment management. Managing appointments manually is not only monotonous, but also increases the chance of making an error. Even in a recent study, 68% of patients said they be more inclined to choose a hospital where they could schedule, alter, or cancel appointments only. A hospital management system enables use to add a scheduling option to the hospital website so that patient can easily schedule an appointment. Once the patient has received an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slots in real time. They avoid any perplexity at the hospital. The next step with appointment booking is to gather medical documents, and HIMS with patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at his house, the system will verify the doctor's availability from the remote visit assigned accordingly. In this way, patient can complete an easy and error-free process by digitalizing the appointment reserving process. Okay. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിൽ പറയുന്നത് ഇപ്പോ ഒരു കാര്യം ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാള് തനിച്ചാണ് ഒരു കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരാള് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കൂടുതൽ എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം, അല്ലെ? കൂടുതൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ അടുത്തിടെ ഒരു പഠനം നടത്തിയതില് മനസ്സിലായ ഒരു കാര്യം എന്നാല് 68% ആളുകള് അവരുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനോ മാറ്റാനോ കഴിയുന്ന ഒരു ആശുപത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് എന്താണ് ചേഞ്ചസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്ന എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഹെൽത്ത് കെയർ മേഖലകളിലെ പല ചേഞ്ചസുകളും പെട്ടെന്ന് തന്നെയാണ് ചേഞ്ചസുകൾ വരുന്നത് അല്ലെ. അപ്പൊ പണ്ടുള്ള ഹോസ്പിറ്റൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് എന്താണ് ഒത്തിരി മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സംവിധാനത്തിലായാലും എന്താണ് പേഷ്യൻസിനെ കൊണ്ടുള്ള ഫെസിലിറ്റീസിലായാലും പേഷ്യന്റ് കെയറിലായാലും ഒത്തിരി മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 68% അടുത്തിടെ പഠനം നടത്തിയ ഒരു രീതിയിൽ അവർ വെച്ച് നോക്കുകയാണെങ്കിൽ 68% പേഷ്യൻസും എങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ് ചൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് മാറിയിരിക്കുന്ന നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടും ഷെഡ്യൂൾ ചെയ്യാനായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ള ഹോസ്പിറ്റലുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്താ ഈ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകൾക്കും വെബ്സൈറ്റുകളുണ്ട് അല്ലെ. ഓരോ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂൾ ഓപ്ഷൻ ചേർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആ ഷെഡ്യൂൾ ഓപ്ഷനിലൂടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് ക്യാൻസൽ ചെയ്യാം, മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എനിക്കൊരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഇന്ന ദിവസം ഇന്ന ഡേ അല്ല ഇന്ന വീക്കില് ഇന്ന മന്തില് ഇന്ന വീക്കില് ഇന്ന ദിവസമാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. അത് ഞാൻ എടുത്തു. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്താണ് നെക്സ്റ്റ് ഡേക്ക് മാറ്റാനായിട്ട് അപ്പൊ ചേഞ്ചസ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അത് വേണമെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്യാം. അന്നത്തെ പ്രോഗ്രാം എന്നതുകൊണ്ട് അന്നത്തെ അപ്പോയിന്റ്മെന്റ് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ആണ് ഈ HIS അല്ലെങ്കിൽ HIMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓൺലൈൻ വഴി. ഇനി എന്താണ് ഇതുവഴി രോഗികൾക്ക് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും, അല്ലെ, മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രോഗി അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം രോഗിയുടെ രോഗത്തെ അതുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു രോഗി വന്നു ഫീവർ ആയിട്ടാണ് വന്നത്, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഏത് ഫിസിഷ്യനെയാണ് കാണേണ്ടത് എന്നുള്ളത് ആ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താ അറ്റ് എ ടൈം രോഗികൾ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അതാണ് എന്താണ് പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആശയക്കുഴപ്പം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സ്ലോട്ടുകളായിട്ടാണ് അപ്പോയിന്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പല പല സ്ലോട്ടുകളായിട്ടാണ് അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരേ ടൈമിൽ എല്ലാ രോഗികളും വന്നിട്ട് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഡോക്ടറെയാണ് എന്നാണ് അതിനോടൊരു ചിലപ്പോ സിസ്റ്റത്തിന് എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡിഫറെന്റ് സ്ലോട്ടുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അപ്പോയിന്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് രോഗിയുടെ റെക്കോർഡ് HIS യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കളക്ട് ചെയ്യാൻ പറ്റും. അതുവഴി ഡോക്ടർക്ക് ഷെയർ ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ ഡോക്ടർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റുന്നില്ല, ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, കിടപ്പാണെന്നെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗിയെ ഡോക്ടർ എന്താണ് അവിടെ പോയിട്ട് രോഗിയുടെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ലിസ്റ്റ് ഇടും, ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ആ ഡോക്ടേഴ്സിനെ ലിസ്റ്റ് ഇട്ടിട്ട് ഡോക്ടേഴ്സിനെ അവിടെ പോയിട്ട് കാണാനായിട്ട് വീട്ടിൽ പോയി കാണാനായിട്ടുള്ള സൗകര്യവും ഇവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രോഗികൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റാത്ത രോഗികൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് രോഗികളുടെ അടുത്ത് പോയിട്ട് ഡോക്ടേഴ്സിന് വിസിറ്റ് നടത്താൻ അങ്ങനെയുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഭൂരിഭാഗവും പേരും എന്താണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റൽസിനെയാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് എന്താണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ് മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചികിത്സകൾ വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സംവിധാനത്തിലോട്ട് മാറി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമായി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടായാലും അത് അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് മാറ്റങ്ങൾ ചികിത്സ വരുത്താനായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. അതൊക്കെയാണ് HIS സാധ്യമാകുന്നത്. ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാണ്. അതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിലൂടെ പറയുന്നത്. ക്ലിയറായോ? കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പേഷ്യന്റ് മാനേജ്മെന്റ്. അവിടെ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. പേഷ്യന്റ് മാനേജ്മെന്റ് ആര് വായിക്കും? ആരാ വായിക്കാം? പേഷ്യന്റ് മാനേജ്മെന്റ് ആരുല്ലേ വായിക്കാം? വായിക്കൂ ആരെങ്കിലും? മരിയ. Patient management. After the patient orientation is completed, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment required, details of their previous visits, upcoming appointments, reports, insurance details, and more. It generates unique admissions numbers for each patient to easily handle admissions,
discharges, and transfers. It also builds a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates related documents, example consent forms for electronic signature. Sign- when you begin collecting and storing data on an HMS, default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software. It will help you to automate communication with the patients and doctors. You can send appointments and lab test reminders or follow ups and create meaningful, long lasting relationships. Okay. എന്താണ് പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഒരു രോഗിയുടെ രജിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു രോഗി രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു. അപ്പൊ ഈ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളാണ്, ഒരു മൊഡ്യൂൾസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, അതൊക്കെ ഓരോ മൊഡ്യൂൾസ് ആണ്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലുള്ള ഒരു മൊഡ്യൂൾസ് ആണ്. സിസ്റ്റത്തില് പല പല മൊഡ്യൂൾസുകൾ ഉണ്ട്, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അതിൽ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾസിൽ എന്താണ് ഇൻപേഷ്യൻസിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അവരുടെ വിവരങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഒരു രോഗി സകല ഡീറ്റെയിൽസും ഒരു രോഗിയുടെ സകല ഡീറ്റെയിൽസും പരിശോധിച്ച് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ നമുക്ക് അത് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ പേഷ്യന്റ് മാനേജ്മെന്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയുടെ സകല ഡീറ്റെയിൽസും കാണാൻ പറ്റും. കൂടാതെ അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ നമ്പർ എങ്ങനെയാണ്, നമുക്കൊരു എന്താണ് അഡ്മിഷൻ നമ്പർ ഉണ്ട് അല്ലെ, അതൊക്കെ ചെയ്യുന്നുണ്ട് ജനറേറ്റ് സിസ്റ്റത്തിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ എന്നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സംവിധാനത്തിലൂടെയാണ്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൂടാതെ ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കൂടിയും ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അഡ്മിറ്റ് ആവുന്നത്, ഡിസ്ചാർജ് ആവുന്നത്, ഒരു രോഗി വന്നിട്ട് ഇവിടെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ആക്കിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ വിവരങ്ങളും ഈ സോഫ്റ്റ്വെയർ ഈ മൊഡ്യൂൾസിലാണ്, പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇതിനകത്ത് തന്നെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി മാത്രമല്ല ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൺസെന്റ് ഫോമുകളിൽ രോഗിയുടെ എന്താണ് പക്കലിൽ നിന്ന് ശേഖരിക്കാനായിട്ട് സിസ്റ്റം ശ്രമിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക്കലി നമുക്ക് രോഗിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ സിഗ്നേച്ചർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതും ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സാധ്യമാണ്. ഒരു പ്രാവശ്യം മാത്രം ഒരു രോഗി വിവരങ്ങൾ കൊടുത്താൽ മതി അല്ലെ. നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്ക് നമ്മള് എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മള് വിവരങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് അവർക്ക് ചെയ്തിട്ട് ഒരു കാർഡ് അടിച്ച് തരാറുണ്ട് അല്ലെ, അതിന് നമ്മളെ എഴുതി ഉണ്ടാവും അല്ലെ. ആ എഴുതി ഉപയോഗിച്ചാണ് പിന്നീട് നമ്മള് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ബുക്കൊക്കെ ചെയ്യുന്നത് അല്ലെ. ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും വരുമ്പോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വരുന്നത് ആ UHID ഉപയോഗിച്ചിട്ട് അത് ചോദിക്കാറുണ്ട് അല്ലെ. ആ ID നമ്പർ ഒന്ന് പറയൂ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ഡോക്ടറെ കാണാൻ വരുമ്പോ വീണ്ടും നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഹിസ്റ്ററി ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ
എന്താണ് ഈ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്താണ് HISൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പല ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യൻസിന്റെ UHIDയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഡോക്ടർക്ക് മുന്നിലിരുന്ന് അത് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസിന്റെ മൊബൈലിൽ ഇപ്പൊ UHID കണക്ട് ആയിട്ടുണ്ടെങ്കിൽ മൊബൈലിലെ പേഷ്യൻസിന്റെ ഒരു അലേർട്ട് വരും. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസ് മാനേജ്മെന്റിൽ വരുന്നത്. പേഷ്യൻസിന് എന്താണ് പേഷ്യൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും എന്താ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും എല്ലാ വിവരങ്ങളും അതിനകത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ചാർജ് സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും എല്ലാ രേഖകളും ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, പിന്നെ പേഷ്യൻസിന്റെ ഇപ്പൊ ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ വിവരങ്ങൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ UHID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. UHID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ID വെച്ച് അത് നമുക്ക് ഇതാണ് അത് പിന്നീട് നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് ചെയ്യാവുന്നതാണ് അല്ലെ. നമ്മൾക്ക് എന്താ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പഠിച്ചു നോക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങൾ വായിച്ചു നോക്കി. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് നമ്മളെടുത്തു, പേഷ്യന്റ് മാനേജ്മെന്റ് എടുത്തു. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
മനസ്സിലായോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് ടു ഫെസിലിറ്റേറ്റ് a smooth experience for patients. It is necessary for staff to have easy access to necessary hospital records. Facility management of HMS helps you to keep a record to bed availability, occupancy status of a room with the specialized care and more. It collect all such information and make it easily available to the receptionist if a hospital has different facilities and HMS connect them to provide an overall picture. For example, doctors can access the patient data from any hospital. Patient can visit any hospital in the basis of their convenience as all the records are available online. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗകര്യങ്ങളാണല്ലേ. അപ്പം പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിലുള്ളത്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ബെഡിന്റെ അവൈലബിലിറ്റി അല്ലെ, എത്ര ബെഡാണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓക്യുപൻസി സ്റ്റാറ്റസ് ഓഫ് റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ, അതുപോലെ തന്നെ എന്താണ് എത്ര റൂംസുകളുണ്ട്, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, ഇതിനകത്ത് എത്ര പേർക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രേഖകളും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഈ റിസപ്ഷനിസ്റ്റിന് ഹോസ്പിറ്റലിലെ ഓവറോൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രോഗിയെ ഹോസ്പിറ്റലിലെ മറ്റു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് അദ്ദേഹത്തിന് പുറകെ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പകരം എന്താണ് ഈ HMS-ലൂടെ അല്ലെങ്കിൽ HIS-ലൂടെ നമുക്ക് ഹെൽത്ത് റെക്കോർഡ് ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാസ് ചെയ്യുന്നതിലൂടെ അവർക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. സൗകര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസിന്റെ ഡീറ്റെയിൽസുകളും ഈ മാനേജ്മെന്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. Okay, ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാഫ് മാനേജ്മെന്റ്. The staff management module facilitates the concrete solution to the HR department. It includes the record of hospital staff by job description, service domain, and other important details. It helps to realize the staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of a hospital. എന്താണ് ഇപ്പോ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റാഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാനായിട്ട് സാധിക്കും. എന്താണ് ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. എത്ര സ്റ്റാഫുകളുണ്ട്, അതുപോലെ തന്നെ ഓരോ സ്റ്റാഫിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഓരോ മൊഡ്യൂൾസും അതിന്റെ കൺസെപ്റ്റ് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് ഏത് മൊഡ്യൂളാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എന്നിട്ട് ചോദിച്ച് ഞങ്ങൾ എഴുതേണ്ടതാണ് കേട്ടോ. അപ്പൊ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഏതാനും ചില കാര്യങ്ങളൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ബെഡിന്റെ അവൈലബിലിറ്റി, ഒക്യുപൻസി സ്റ്റാറ്റസ് ഓഫ് റൂം, സ്പെഷ്യലൈസ്ഡ് കെയർ എന്നൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയേ, സ്റ്റാഫിന്റെ എല്ലാ റെക്കോർഡ്സുകളും, അതുപോലെ തന്നെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്ത് ജോബാണ് ചെയ്യുന്നത്, ജോബിന്റെ വിവരങ്ങൾ, പിന്നെ സർവീസ് ഡൊമൈൻ, അവർക്ക് എത്ര പ്രവൃത്തി പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഓരോ സ്റ്റാഫിന്റെ പേര് വിവരങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് കഴിച്ചിട്ട് നമുക്ക് അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. അതാണ് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ?
Next on supply management. A hospital cannot afford a short of medical supplies, not having the medicine and the right time or a minor delay in refill can lead to result. The supply management factor of a HMS track the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassle. It records purchase data, quantity consumed, and the supply details. This way, you can calculate or forecast the next purchase and reorder before the stock goes short. It also provides the details of the medicine available so that the doctors can prescribe the ones in stock. എന്താണ് സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മരുന്നുകള് എന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, എത്ര മരുന്നുകൾക്കാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇനി മരുന്നുകൾക്ക് എന്തെങ്കിലും എന്താണ് ചെക്ക് ലിസ്റ്റ്, എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ലിസ്റ്റ് സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും, മരുന്നിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും സൂക്ഷിക്കുന്നത് എവിടെയാണ്? സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എന്താണ് മെഡിക്കൽ സപ്ലൈസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ, എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ, എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാതും നമുക്ക് എന്താണ് ഈ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും. മാത്രമല്ല എന്താണ് എത്ര ക്വാണ്ടിറ്റിയിലാണ് മരുന്നുകൾ വാങ്ങിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ആരാണ് സപ്ലയർ, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, എപ്പോഴാണ് പർച്ചേസിംഗ് നടത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് സപ്ലൈ മാനേജ്മെന്റ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഈ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. A financial management factor of an HMS deals with the financial affairs of the hospital. It evaluates the stocks and presents the billing information to patients. In addition to this, is also record the expenses incurred by the hospital, revenue data, and other financial details of the hospital. This consolidation serves you the trouble of analyzing the enormous pile of reports books. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് HIS എന്ത് വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ വെച്ചിട്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് ബില്ലിംഗ് ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് വിവരങ്ങളൊക്കെ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് എന്താണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സൂക്ഷിക്കുന്നത്. അപ്പൊ പേര് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റവന്യൂ, എക്സ്പെൻസസ്, എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് സപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരാണ് സപ്ലൈയർ, എപ്പോഴാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എത്ര ഷോർട്ടേജുകൾ ഉണ്ട്, എത്ര നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്ലൈ മാനേജ്മെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റ് സൗകര്യങ്ങൾ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഫെസിലിറ്റി മാനേജ്മെന്റ് ഉൾപ്പെടുത്തും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. വായിച്ചിരിക്കും, അയച്ചോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.